ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇടാം എന്ന് വിചാരിച്ചു. എനിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒട്ടും ജീവനില്ലാണ്ടാണ് ഞാൻ എനിക്ക് വരുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം തന്നെ കാണാൻ വേണ്ടി പോണത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസമാണെന്ന്. ഒട്ടും വയ്യാന്ന് വെച്ചാൽ ഒട്ടും വയ്യ. ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റതൊക്കെ, രാത്രി ഒന്നും ഉറക്കില്ലാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് ഇനി പല്ലേക്കാൻ വേണ്ടി പോകണം. പല്ലേക്കായിട്ട് അവിടെ ഫോൺ വയ്ക്കാനുള്ള സംഭവമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ അമ്മ അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അറിയാമല്ലോ, ഞാൻ ഫോൺ പിടിച്ച് അവിടേക്ക് പോയി കുറച്ച് നേരം ഞാൻ എഴുന്നേറ്റിട്ടാ. നമുക്ക് പല്ല് തേക്കാനായിട്ട് ബ്രഷ് എടുക്കാം. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ബ്രഷും ഇതൊന്നും ടങ് ക്ലീനറൊന്നും ബാത്റൂമിലോ വാഷിംഗ് ബേസിൻ്റെ അവിടെ നിന്ന് വെക്കാതെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ അപ്പോൾ അതുകൊണ്ട് അൽമാരുടെ അകത്താണ് വെക്കാറ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് പല്ലേച്ച് വന്നിട്ട് കട്ടിലൊതുക്കി വയ്ക്കാം. ഗസ് ഞാൻ പല്ലേച്ച് കഴിഞ്ഞു, പക്ഷെ അവിടെ വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. പിന്നെ ഫോൺ നിലത്ത് വീണ് ഞാൻ സ്ക്രീൻ കാർഡ് പോലും ഇട്ടിട്ടില്ല എൻ്റെ ഫോൺ ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ വെച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ പല്ലേച്ചിട്ട് ഇങ്ങനെ നിൽക്കൊന്നും കാണിക്കാൻ പറ്റുമോ? അതല്ല, അവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ വെച്ചിട്ട് എടുത്തേനെ. നമുക്കിനി ചായ വെക്കാം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞിലേക്ക് വയ്യാട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിൽ നിന്നാണ് വെള്ളം എടുക്കാറ്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുപ്പിയിൽ ഇങ്ങനെ നിറച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതും ഞാൻ ഫിൽറ്ററിൽ നിന്ന് തന്നെയാണ് എടുക്കാറ്. എന്നിട്ട് നിറച്ച് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെക്കാൻ വേണ്ടി പഞ്ചസാര ഇതുപോലെ ചായയിലൊക്കെ ഇട്ടിട്ട് വെച്ചു. തിളക്കുന്നതിന് മുന്നേ ചായയിൽ ഇട്ടു കേട്ടോ. അതുകഴിഞ്ഞിട്ട് രാവിലെ തന്നെ ചോറുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇന്ന് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ചപ്പാത്തി കഴിക്കാമെന്ന് വെച്ചെടുത്തപ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2 ചപ്പാത്തി ഇതുപോലെ കുറുമക്കറി അതിൻ്റെ ഒപ്പം കിട്ടുന്ന കറി ഉണ്ടായിരുന്നു, അതും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ TV ഒക്കെ വെച്ച് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. TV ഒക്കെ വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. ഇപ്പം എൻ്റെ കഴുത്തിലും കാതിലൊക്കെ ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കേണ്ടത് എന്താ ബന്ധുവസ്തുകാരെ പോലെ നടക്കണമെന്നുള്ളത്. വേറെ ഒന്നുമില്ല, എനിക്ക് ഇങ്ങനെ രാത്രി ആകുമ്പോൾ മാലൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കാൻ ഒരു അസ്വസ്ഥത ഉണ്ടാകും. അപ്പം ഞാൻ കമ്മൽ വരെ ഊരി വയ്ക്കും, കമ്മൽ മാലൊക്കെ ഊരി വയ്ക്കും. പിന്നെ കുളിയൊക്കെ കഴിയുമ്പോഴാണ് അതൊക്കെ എടുത്ത് ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കഴുത്തിലും കാതിലൊന്നും ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ. പിന്നെ എനിക്ക് ഫോൺ മെയിനായിട്ട് എവിടെയും വെക്കാനൊരു സൗകര്യം ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ ട്രൈപോഡ് കൊണ്ട് നടക്കാനുള്ള മടി കൊണ്ടും കൂടി എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി ഗൈസ്. അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളിച്ചു എന്ന് കണ്ടാൽ പറയില്ലെങ്കിലും ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം തല കുളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് തോന്നാത്തത്. ഇന്നലെ വൈകുന്നേരം ഞാൻ നന്നായി ഷാമ്പൂ ഇട്ട് കുളിച്ചതാണ്. പിന്നെ എൻ്റെ മുടി ഭയങ്കര കനം കുറവാണ് കേട്ടോ. ഡെയിലി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മുടിയാണെങ്കിലും പൊട്ടിപ്പോകും, പ്രത്യേകിച്ച് എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ ഷാമ്പൂ ഒക്കെ നന്നായി കുളിച്ചതാണ്. പിന്നെ നമ്മൾ രാവിലത്തെ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി എനിക്ക് അവിടെ ഫോൺ വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ രാവിലെ തന്നെ ഈ സ്റ്റാൻഡൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് പല്ലേക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഭാഗമൊക്കെ അധികം ഷൂട്ട് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ദിവസത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്യാം. വേറെ ഒന്നുമില്ല, മോയ്സ്ചറൈസർ ഇടാം. പിന്നെ എനിക്കൊരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നുണ്ട്, പറ്റുമോയെന്ന് അറിയില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കണം. കാരണം കുറേ നാളൊക്കെ ഈ വീഡിയോസൊക്കെ അങ്ങനെ വല്ലതൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് റെഡിയാവാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഹിമാലയയുടെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് ഇട്ടാൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമാണ്, കാരണം അത്രയും ഡ്രൈ ആണ് സ്കിന്ന്. പിന്നെ ഞാൻ ലിപ് ബാമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിലൊക്കെ ഞാൻ കണ്ണൊന്നും എഴുതാറില്ല, പക്ഷേ ഇന്ന് ഞാൻ കണ്ണ് എഴുതി സിന്ദൂരൊക്കെ തുറന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ സത്യത്തിൽ കഴിഞ്ഞ് നമുക്ക് ആദ്യം തന്നെ TV നിർത്താം, കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അനിയനും അമ്മയും കൂടി പുറത്തേക്ക് പോയേക്കാണ്. രണ്ടുപേരും ഒരുമിച്ചല്ല വേറെ വരെയാണ് പോയിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്, കാരണം വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ വീഡിയോ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നത്തെ വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കും, ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ അതിനായതിനൊരു TV നിർത്താം കേട്ടോ. പിന്നെ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല, രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാവിലെ പിന്നെ ഞാൻ പറഞ്ഞില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊരു തപ്പലും ഇതൊക്കെയാണ്. ആരില്ലാത്തപ്പോഴാണ് ഞാനിങ്ങനെ സംസാരിച്ചെടുക്കാറുള്ളൂ. എന്നാലും പിടിക്കാനൊന്നും അറിയില്ല കേട്ടോ എപ്പോഴും. അപ്പോൾ അതേ നമുക്ക് മുടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് TV നിർത്താം. കുറേ നേരമായി ഞാൻ ഒന്നും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് TV നിർത്തിയിട്ടുണ്ട്. TV നിർത്തി കഴിയുമ്പോൾ ഭയങ്കര സൈലൻസ് കേട്ടോ. ഇനി ഇവിടെ
ആരെങ്കിലും പെട്ടെന്ന് പുറത്തുനിന്ന് ഞാനിങ്ങനെ ഹലോ എന്നൊക്കെ പറയണ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കാം. എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഉറക്കെ സംസാരിച്ച് പോവും. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുപ്പിക്കണമൊന്നുമില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പോവാം. അതിൻ്റെ ഭാഗങ്ങൾ ഞാൻ ചെറിയ എടുക്കുന്ന ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണിക്കാം. പിന്നെ ആ വീഡിയോ നമ്മുടെ ചാനലിൽ വരുമ്പോൾ നിങ്ങളത് കണ്ടോളോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. One eternity later. ഗൈസ് ഞാൻ ഇതുവരെ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല. എനിക്കൊരു മൂഡില്ല കേട്ടോ. എനിക്കൊന്നാമത് വയ്യാന്ന് വെച്ചാൽ വയ്യ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നെഗറ്റീവ് എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിചാരിച്ചത്. പക്ഷെ ഒരു മൂഡില്ല കേട്ടോ. ഗൈസ് 1 മണിയായി സമയം. അപ്പോൾ പിന്നെ ഇനി എന്തായാലും ചോറിനിട്ട് വീഡിയോ എടുക്കാൻ പോകും. ചിലപ്പോഴേ ഞാൻ വീഡിയോ എടുക്കുള്ളൂ. തേങ്ങയുടെ മൂഡ്. വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്കിതൊന്നും കാണിക്കാനും ഇല്ല. ചോറുണ്ണുന്നു, ഇവിടെ ഇരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് എന്തായാലും ചോറുണ്ണാം. എന്നിട്ട് നമുക്ക് വീഡിയോ, അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു എനർജി ഒക്കെ വരും. അപ്പോൾ നമുക്കൊന്നുകൂടി TV വെച്ചിട്ട് നമുക്ക് ചോറിനിട്ട് നമുക്ക് വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. അപ്പോൾ ഞാൻ TV ഒക്കെ വെച്ചിട്ട് ചോറിനായിരിക്കാം കേട്ടോ. TV ഇല്ലാണ്ട് ചോറ് ഇറങ്ങില്ലല്ലോ നമുക്കൊന്നും. അപ്പോൾ ഞാൻ TV ഒക്കെ വെച്ചിട്ട് ചോറുണ്ട്. ഞാൻ ഇത്തിരി ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ വീഡിയോ ലോങ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചു. മിന്നൽ മുരളി സിനിമ എന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സിനിമ കിടന്ന് കാണാമെന്ന് വെച്ചിട്ട് റൂമിൽ കിടന്ന് എനിക്ക് TV കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിടന്ന് കാണാമെന്ന് വെച്ച് കിടന്നു. ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. സിനിമ കണ്ടു കുറേ നേരം കിടന്നിട്ട്. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് നന്നായിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കണത്. അപ്പോൾ ഞാൻ ഉറങ്ങിയൊന്നുമില്ല. കുറച്ച് നേരം കിടന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് എഴുന്നേറ്റ്. ഇപ്പോൾ സമയം 3 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോ എടുക്കാനുള്ള ടൈമുണ്ട്. പിന്നെ വയ്യെങ്കിലും വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എൻ്റെ ചാനലിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലോങ് വീഡിയോസ് ആണെങ്കിൽ അത്യാവശ്യം വ്യൂസ് 200 വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനൊക്കെ വന്നതിന് ശേഷം യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഒന്നും ആരും കാണണില്ല. പക്ഷെ നമുക്ക് എന്നാലും 1K അല്ലെങ്കിൽ 200 വ്യൂസ് കിട്ടിയാലും മതി. നമുക്ക് അതിൽ നിന്ന് മണിക്കൂർ കിട്ടും. പൈസ ഒന്നല്ല, മോണിറ്റൈസ് ആയിട്ടില്ല. മണിക്കൂർ 4000 മണിക്കൂർ ആവേണ്ടതിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ചാനലിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യും തോറും ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അതിന് 2 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ 1 ഇയർ മുന്നിട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ അതിന് മണിക്കൂറൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു 2 മണിക്കൂർ കൂടുകയാണെങ്കിൽ നാളെ 4 മണിക്കൂർ കുറയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നർത്ഥം. 1 ഇയർ മുന്നിടണ വീഡിയോസിൻ്റെ ഒക്കെ മണിക്കൂർ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കത് പറ്റാത്തതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും മോണിറ്റൈസ് ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് യാതൊരു ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തതല്ലേ. പിന്നെ എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടണതും ഒക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാം. എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ച് ചെയ്യാം. അമ്മ ഒക്കെ വന്നതിൻ്റെ ഇടയിൽ അമ്മയ്ക്കുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് കാണിക്കാം. ഗൈസ് അപ്പോൾ ഞാൻ 2 വീഡിയോ എടുത്തു. 2 വീഡിയോ ഒരെണ്ണം ഒരു മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അതുകൊണ്ട് വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കുഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മൈഗ്ലാമിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ്. 99 റുപ്പീസിന് എങ്ങനെ വാങ്ങാന്നുള്ളത്. കുറേ പേർക്കൊന്നും നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ 99 റുപ്പീസിന് വാങ്ങാം ഇന്ന പോലെ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേർക്കൊന്നും അത് കറക്റ്റായിട്ട് അതുപോലെ ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ക്രീൻ റെക്കോർഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യാറ്. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ ടൈം ഇപ്പോൾ 4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഞാൻ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കൊടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്ക് എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുളി കഴിയുമ്പോൾ മുഖം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഈ ലിപ്സ്റ്റിക്കൊക്കെ പോയതിൻ്റെ എഫക്റ്റ് ആണെന്ന് അറിയില്ല. കുളിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുളിക്കാത്തൊരു എഫക്റ്റ് കിട്ടുക. പിന്നെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രൈ സ്കിന്നാണെന്നൊക്കെ പറയട്ടെ. പിന്നെ എൻ്റെ ഈ കയ്യിലുള്ള ഈ ചിരട് എന്താണെന്ന് ചിലപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതിങ്ങനെ രാത്രി കിടന്ന് പേടിച്ചിട്ട് എനിക്കിങ്ങനെ വെഞ്ചിരിച്ചൊക്കെ ഇങ്ങനെ കെട്ടില്ല. അങ്ങനെ കെട്ടിയേക്കണം കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല.
അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലാണ് ആ തുണികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മറക്കണം എന്നൊക്കെ ഞാൻ പറയുകയാണ്. പിന്നെ ഞാൻ വേഗം മോയ്സ്ചറൈസർ ഇട്ട് ലിപ് ബാം ഇട്ടു. പിന്നെ ഇനി നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പോകുന്നില്ലാത്തതുകൊണ്ട് കണ്ണൊന്നും എഴുതിയൊന്നുമില്ല കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ കണ്ണൊന്നും എഴുതാറില്ല. അതുപോലെ മാലൊക്കെ ഞാൻ കമ്മലൊക്കെ ഊരി വെച്ചിട്ടാണ് ബന്ധുവസ്തുകാരെ പോലെയാണ് ഞാൻ നിൽക്കാറ്. എവിടെയും വെക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ, അല്ലെങ്കിൽ ഞാൻ പാലാണ് വെച്ച് കുടിക്കാറ്. ഇപ്പോൾ ഒരു മുറുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ എനിക്ക് എപ്പോഴും ഡൗട്ടാണ് കേട്ടോ ഇതുപോലെ. അതായത് ഇങ്ങനെ കൂടിയോ കുറഞ്ഞോ എന്നിങ്ങനെ ആലോചിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇടുക. പക്ഷേ കറക്റ്റ് അളവായിരിക്കും, പക്ഷേ എന്നാൽ ഇടുന്ന സമയത്ത് ഒരു ഡൗട്ടാണ്. പിന്നെ ചായപ്പൊടിയൊക്കെ ഇടാൻ ഞാൻ പെർഫെക്റ്റ് ആണ് കേട്ടോ ഗൈസ്. എനിക്ക് പിന്നെ പാൽ ചായയാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ അടുപ്പം കൂടുതൽ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകി എനിക്ക് ഈ ഫോണിൻ്റെ കാര്യമൊക്കെ മറന്ന് ഞാൻ എൻ്റെ വഴിക്ക് പോയി ഗൈസ്. അത് ഇട്ട് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ട് വരികയാണ് കേട്ടോ. ഓക്കെ, അറിയാത്ത പോലെ വരികയാണ്. പിന്നെ ഞാൻ നേരെ വന്ന് ഫോൺ എടുത്തുവിട്ടെ. ഞാൻ കുറേ നേരമായി പോയിട്ട് കുറേ നേരം ഫോൺ ഇങ്ങനെ വെറുതെ ഇരുന്നുണ്ട്. അത് പിന്നെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ നമ്മൾ ചായയും അതുപോലെ 2-3 ചെറുപ്പഴം, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മുറുക്ക് എന്ന് പറഞ്ഞ സാധനം കേട്ടോ, അതും കൂട്ടിയിട്ടാണ് കഴിച്ചത്. അതും ഞാൻ TV കണ്ടിട്ട് തന്നെയാണ് കഴിച്ചത്. TV വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാറ്. അല്ലെങ്കിൽ പിന്നെ ഫോണിൽ എന്തെങ്കിലും നോക്കിയിരിക്കുക. അപ്പോൾ വീഡിയോ എടുക്കണതുകൊണ്ട് ഫോണിൽ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതാ മേരിക്കുട്ടി എന്ന് സിനിമയിൽ അതായിരുന്നു കണ്ടുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയുക, ആ സിനിമ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടു. ചായ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞാൻ ഫോണൊക്കെ കുത്തി വയ്ക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ കുറേ നേരം ആ സിനിമ ഇരുന്ന് കണ്ടുകൂട്ടാം. അങ്ങനെ ഫോണൊക്കെ കുറേ നേരം കുത്തി വെച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ വിളക്ക് കത്തിക്കാൻ പോയിട്ട് അവിടെ ഫോൺ വെക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഞാൻ മുന്തിരിയൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്നല്ല, എൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെയാണ് പോവാറ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഡെയിലി ലൈഫ് ഒന്നും അധികം ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നറിയാം, എന്നാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടാറ്റാ.